സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയുടെ ആത്മാവ് അറിയണമെങ്കിൽ ഗ്രാമത്തിലേക്കുള്ള യാത്ര അനിവാര്യമാണല്ലോ. ഞാൻ പഞ്ച്കുലയിലെ സാക്കേത്രി എന്ന ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ്. ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട അതിസുന്ദര ഗ്രാമമാണിത്. പഞ്ച്കുല നഗരമധ്യത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് സാക്കേത്രി എന്ന സുന്ദര ഹരിയാനവി ഗ്രാമം. മലയാളികൾക്ക് അധികം പരിചിതം അല്ലാത്ത അന്തരീക്ഷമാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾക്ക്. ശിവാലിക് പർവ്വതനിരകളുടെ സമീപമായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം പ്രശസ്തമാകുന്നത് ശിവക്ഷേത്രത്തിന്റെ പേരിലാണ്. ഉത്തരേന്ത്യൻ ഗ്രാമസങ്കല്പങ്ങൾ ഐതിഹ്യങ്ങളാൽ ചുറ്റപ്പെട്ടതാണല്ലോ. സാക്കേത്രിയും അതിൽ നിന്നും വിഭിന്നമല്ല. സാക്കേത്രി നിവാസികളുടെ വിശ്വാസപ്രകാരം പഞ്ചപാണ്ഡവർ തങ്ങളുടെ വനവാസ കാലത്ത് ശിവനെ ആരാധിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലം എന്ന രീതിയിൽ പ്രശസ്തമാണ്. ഭാരതത്തിന്റെ നാനാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ശിവരാത്രി ദിവസം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. ഭാരതീയ ഹൈന്ദവ ആചാരങ്ങൾ ദേശകാലങ്ങൾക്ക് അനുസൃതമായി വിഭിന്നമാണെങ്കിലും അതിൽ ഒരു ഏകത്വം നമുക്ക് ദർശിക്കാനാവും. വർണ്ണാഭമായി അലങ്കരിച്ചതും മാർബിളിൽ പണിതതുമായ ശ്രീകൃഷ്ണ രാധാ വിഗ്രഹം മനസ്സിന് കുളിരേൽക്കുന്നു. ഏകദേശം 5000-ലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ഈ അടുത്ത കാലത്ത് പുതുക്കി പണിതിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യം ശ്രീ പരമശിവൻ പാണ്ഡവർക്ക് ദർശനമരുളി എന്ന് കരുതുന്ന സ്ഥലമാണ്. ഒരു ഗുഹയുടെ മുകൾ ഭാഗമാണിത്. നാഗദൈവങ്ങൾ ഇവിടെ പ്രത്യക്ഷമാകുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. നാഗദൈവങ്ങൾ പ്രത്യക്ഷമായി എന്ന് കരുതുന്ന ഗുഹയുടെ ദൃശ്യമാണിത്. സാക്കേത്രിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരെയുള്ള ചണ്ഡി മന്ദിറിലേക്കാണ് എൻ്റെ ഇനിയത്തെ യാത്ര. ചണ്ഡിഗഡ് എന്ന സ്ഥലനാമത്തിന് കാരണമായ ക്ഷേത്രമാണിത്. ചണ്ഡി മന്ദിർ എന്നാൽ ചണ്ഡികയുടെ ക്ഷേത്രം എന്നാണ് അർത്ഥം. ശിവാലിക് പർവ്വതനിരയ്ക്കും ഹിമാലയൻ എക്സ്പ്രസിനും ഇടയിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഭക്തരുടെ പൂർണ്ണ പങ്കാളിത്തവും സന്ധ്യാവന്ദനത്തിന് ദൃശ്യമായി. ഭക്തനും ഭഗവാനും ഒന്നാണ് എന്നാണല്ലോ സനാതനത്തിന്റെ കാതൽ. അതോർത്തുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു.